ഓം നാരായണ ഗുരുരാധ്യാം ശിവലിംഗാരി മധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം. ശിവഗിരി തീർത്ഥാടന കാല സമ്മേളനങ്ങളോട് അനുബന്ധിച്ച് ഗുരുദേവ കഥാമൃതം സംഘടിപ്പിച്ച ധർമ്മസംഘം പ്രസിഡന്റ് പത്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആയിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ച സ്വാമിജിക്ക് ഉൾപ്രേരണ നൽകിയത് ഗുരുദേവൻ ആണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഭക്തി നിർഭരമായ ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും ശ്രവിച്ചവർക്കും ഈശ്വരീയതയുടെ കവാടം തുറന്നു കിട്ടിയതായുള്ള അനുഭവം ഉണ്ടായി. ഇതൊരു പ്രസംഗമോ പ്രഭാഷണമോ അല്ലാത്തതിനാൽ വേദിയിൽ കയറി നിന്ന് സംസാരിക്കുവാൻ ആർക്കും ജാള്യത തോന്നിയില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓരോരുത്തർക്കും ഗുരുദേവനിൽ നിന്നും ഉണ്ടായ സാന്ത്വന അനുഭവങ്ങളും ഗുരുദേവനെ കുറിച്ച് ഇതുവരെ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലാത്ത പുതിയ അറിവുകളും സംഭവങ്ങളും മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഇത് കൃത്യമായി ഞാൻ ഉൾപ്പെടെ ആർക്കും വിശദമായി അറിയില്ലായിരുന്നു. എന്നാൽ സച്ചിദാനന്ദ സ്വാമിജി എല്ലാവർക്കും സംശയ നിവാരണം വരുത്തി കൊടുത്തു. കൂട്ടത്തിൽ ഉഷാരാജിനും ഒത്തിരി അനുഭവങ്ങൾ ശാഖയിൽ ഉണ്ടായി കാണുമല്ലോ, അതൊക്കെ പറഞ്ഞുകൂടെ എന്നൊരു ചോദ്യവും കൂടി സ്വാമിജിയിൽ നിന്നും ഉണ്ടായപ്പോൾ ആ നിമിഷം എനിക്കും പങ്കെടുക്കണമെന്ന് തോന്നുകയും, സ്വാമിജി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവനുണ്ടായ അനുഭവം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി ആയിക്കോളൂ എന്ന് മറുപടി തന്നു. അതിൻ പ്രകാരം എൻ്റെ ചെറിയ അറിവുകളും വലിയ അനുഭവങ്ങളും വേദിയിൽ പങ്കുവെക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. ഓരോരുത്തരും അവരവർക്കുള്ള അറിവുകളും ഉണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ ഗുരുഭക്തർ അക്ഷമയോടുകൂടി ആകാംക്ഷാഭരിതരായി കാതോർക്കുകയായിരുന്നു. ഇത്തരം അറിവുകൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണ് എനിക്ക് ഗുരുദേവനിൽ നിന്ന് സ്വപ്നത്തിലുണ്ടായ അനുഭവവും പിന്നെ ഗുരുദേവന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജനങ്ങളിൽ നിന്നും ഉണ്ടായ അനുഭവവും പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചത്. അതൊക്കെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് പുറമെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലങ്ങളിൽ 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ ശാഖാംഗങ്ങൾ ഒരു ബസ് പിടിച്ച് ഏകദേശം 40 പേർ ഒന്നിച്ച് വൺ ഡേ ടൂർ പതിവായിരുന്നു. ഏർലി മോർണിംഗ് തന്നെ, അതായത് 6 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിധം എല്ലാവരും കാലേ കൂട്ടി തന്നെ എത്തുമായിരുന്നു. അന്നേ ദിവസം മരുത്വമലയിൽ പോകാനായിരുന്നു പ്ലാൻ. ബസ്സിൽ ഒരു മഞ്ഞക്കൊടിയൊക്കെ നാട്ടി ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ച് ഒന്നിച്ച് പോകുന്നത് നല്ലൊരു ആത്മീയമായ അനുഭൂതിയായിരുന്നു. മരുത്തോമല എത്തി. ആരോ വിളിച്ചു പറഞ്ഞു. ശാഖ വനിതാ സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് എല്ലാവരെയും ആദ്യം ബസ്സിൽ നിന്ന് ഇറക്കിയതിന് ശേഷം പിന്നിലായിരുന്നു ഞാൻ നടന്നിരുന്നത്, പ്രസിഡന്റ് മുന്നിൽ. ഞങ്ങൾ നടന്നു പോകവേ ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും ഒന്നിച്ച് മരുത്തോമലയിൽ പോയതും വഴിമധ്യേ ചട്ടമ്പി സ്വാമികൾ ധ്യാനത്തിനായി ഇരുന്നതും ഗുരുദേവൻ ഏറ്റവും മുകളിൽ പോയി പിള്ളത്തടം ഗുഹയിൽ തപസ് അനുഷ്ഠിച്ചതും അവിടെ സ്വാമിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഒരു പുലിയും പാമ്പും മാത്രമായിരുന്നു എന്നുമൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് തുടർന്നും കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തുടർന്നു. തപസ്സിന്റെ അന്ത്യഘട്ടത്തിൽ ഒരു നാൾ അതിയായ വിശപ്പോടുകൂടി ഗുരു ഇരിക്കുമ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ വികൃതമായ ഒരു കുഷ്ഠരോഗി വന്ന് എന്താ വിശക്കുന്നു അല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പൊതി നിവർത്തി അതിലുണ്ടായിരുന്ന മലർപ്പൊടി 2 പേരും ചേർന്ന് ഭക്ഷിക്കുകയും പൊടുന്നനെ കുഷ്ഠരോഗി അപ്രത്യക്ഷനായതും
അത് സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നു എന്ന യാഥാർത്ഥ്യം ഗുരുദേവൻ മനസ്സിലാക്കിയതിനെ കുറിച്ചുമുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ അത്ഭുതത്തോടു കൂടി ആ, കേൾക്കുകയായിരുന്നു. എന്നിൽ അതങ്ങനെ സംതൃപ്തി ഉണ്ടാക്കി. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ ഞങ്ങൾ മുകളിൽ മുരുകൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ബാക്കി തിരികെ വരുമ്പോൾ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീർത്ഥം വാങ്ങുവാൻ മുന്നിലേക്ക് പോയി. എല്ലാവരും വാങ്ങി കഴിയട്ടെ എന്ന് കരുതി ഞാൻ പിന്നിൽ നിന്നു. അവസാനം എന്റെ ഊഴമെത്തി. ഞാൻ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. തീർത്ഥം തരുന്ന സ്വാമിജി ശംഖ് എത്ര കുടഞ്ഞിട്ടും ഒരു തുള്ളി പോലും വന്നില്ല. എനിക്ക് സങ്കടം വന്നു തുടങ്ങി. സ്വാമിജിയും വല്ലാതെയായി. കാരണം എനിക്ക് തൊട്ടു മുൻപ് നിന്നവർക്ക് പോലും തീർത്ഥം കിട്ടിയിരുന്നു. ഞാൻ നിരാശയോടുകൂടി തിരിഞ്ഞു നടക്കാൻ ഭാവിക്കവേ സ്വാമിജി തിരികെ വിളിച്ച് ഒരു അരളിപ്പൂവ് പ്രസാദമായി തന്നു. എന്നാൽ ഞാൻ അതിൽ തൃപ്തയല്ലായിരുന്നു. നിറഞ്ഞ കണ്ണുമായി ഞാൻ തിരികെ നടന്നു. സംഭവം കേട്ടറിഞ്ഞ് കൂടെ വന്ന എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു. അതിനാൽ ആരും കഥയുടെ ബാക്കി പറയുവാൻ എന്നോട് ആവശ്യപ്പെട്ടില്ല. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കളിയും ചിരിയും സന്തോഷവും ഒന്നും ആരിലും കണ്ടില്ല. ഓരോരുത്തരെയും എത്തേണ്ടിടത്ത് എത്തിച്ചിട്ട് അവസാനം ഡ്രൈവർക്ക് ബസ്സിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് ഞാനും ബസ്സിൽ നിന്നിറങ്ങി. വീട്ടിലെത്തിയപ്പോടെ ഞാൻ കട്ടിലിൽ കയറി കിടന്നു. ക്ഷീണം കൊണ്ടാകണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നെറ്റിയിൽ നേരിയൊരു തണുപ്പ്. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഗുരുദേവൻ കസേരയിൽ ഇരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും വീണ്ടും നോക്കി. എനിക്ക് കരച്ചിൽ വന്നു. ഗുരുദേവൻ പറയുകയാണ്, ഒത്തിരി വിഷമിച്ചു അല്ലേ? സാരമില്ല, നാമിങ്ങ് വന്നില്ലേ, എപ്പോഴും കൂടെ ഉണ്ടാകും, വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. യഥാർത്ഥത്തിൽ കണ്ണു തുറന്നത് ഇപ്പോഴായിരുന്നു. ഇത് ഒരു സ്വപ്നം എന്നെനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായപ്പോഴും എന്റെ കണ്ണിൽ നനവുണ്ടായിരുന്നു. ഞാൻ 2 പ്രാവശ്യം കണ്ണു തുറന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഇതെന്ത് സ്വപ്നത്തിനുള്ളിലെ സ്വപ്നമോ? 16 വർഷം പിന്നിട്ടിട്ടും ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഇന്നും ഞാനിത് ഓർക്കുമ്പോൾ കണ്ണുനീർ ഒഴുകുന്നു. സന്തോഷാശ്രുവാണോ സങ്കടാശ്രുവാണോ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് സ്വപ്നമല്ല കേട്ടോ, യാഥാർത്ഥ്യം. അന്ന് ഞാൻ യൂണിയൻ കൗൺസിലർ ആയിരുന്നു, ഒപ്പം വനിതാ സെക്രട്ടറി. ഒരാൾക്ക് ഒരേ സമയം 2 സ്ഥാനം നൽകിയതിൽ പല വനിതകൾക്ക് മനസ്സിൽ ദേഷ്യമുണ്ടായിരുന്നു. ആ സമയത്ത് വനിതകൾക്ക് മാത്രമായി ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. താഴെ വലിയ പൂജാരി മാമൻ രാജസ്വാമി പൂജ നടത്തുമായിരുന്നു. ഒരു വ്യാഴാഴ്ച ഞാൻ എന്റെ പൂജാമുറിയിൽ ഹാരവും വാങ്ങി വന്നു. വ്യാഴാഴ്ച ഗുരുവിന്റെ ദിവസം ആയതിനാൽ എന്നും ഒരു ഹാരം വാങ്ങിക്കുമായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ ശാഖയിൽ തന്നെ നട്ടു വളർത്തിയിട്ടുള്ള അന്തിമന്താരവും തെറ്റിപ്പൂക്കളും ഉപയോഗിക്കുമായിരുന്നു. അന്നേ ദിവസം ഞാൻ പതിവ് പോലെ പൂജ ഇത് നടത്തുന്നതിന് വേണ്ടി സ്റ്റെപ്പ് കയറി അകത്ത് കടക്കാൻ ഭാവിക്കുകയും അവിടെ ഒത്ത തടിയും പൊക്കവുമുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ പുറം തിരിഞ്ഞ് കേരള കൗമുദി ഓഫീസിലേക്ക് നോക്കി നിൽക്കുന്നു. ഞാൻ പേടിച്ചുപോയി. താഴെ പൂജാരി മാമൻ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റെപ്പൊക്കെ ഓടി ഇറങ്ങി പൂജാരി മാമന്റെ അടുത്ത് വന്നു, ആമ അവിടെ ഒരാൾ നിൽക്കുന്നു എന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു. മാമൻ പെട്ടെന്ന് വന്ന് നോക്കിയെങ്കിലും ആളിനെ കണ്ടില്ല. അപ്പോൾ പൂജാരി മാമൻ പറഞ്ഞു, ഇത് മറ്റാരുമല്ല, സാക്ഷാൽ ഗുരുദേവൻ തന്നെയാണ്. ഉഷാരാജിന്റെ പൂജയിൽ സംതൃപ്തനായി വന്നതാണ്. ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇതിനു മുൻപ് 2 പേർ കണ്ടിട്ടുണ്ട്. മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി എന്ന്. ഈ വർഷങ്ങൾക്കിടയിലാണ് മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സൗഭാഗ്യം എന്റെ 2 മക്കൾക്കും കിട്ടിയത്. ഇന്ത്യയൊട്ടാകെ നടത്തിയ കോമ്പറ്റീഷനുകളിൽ
എൻ്റെ മോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി രാഷ്ട്രപതി അവാർഡ് കിട്ടിയത്. ഞങ്ങളെ ഒരു പകൽ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിക്ക് ഒപ്പം ചെലവിടാൻ കാട്ടിയത് ഗുരുദേവ കടാക്ഷം എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? എനിക്കിനി ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, അവസാനം വരെയും ഗുരുസ്മരണയോടുകൂടി മാത്രം ജീവിക്കണമെന്ന്. നാം ഇപ്പോഴും ഗുരുപാതയിൽ കൂടി ജീവിക്കുക. ഗുരു അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ചെയ്യാതിരിക്കുക. സഹജീവികളോട് കരുണ കാണിക്കുക. മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുക. അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക. നമ്മിലിരിക്കുന്ന ആത്മാവ് പോലെ തന്നെയാണ് മറ്റുള്ളവരിലും ഇരിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. ഗുരുദേവനുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. തക്കേട് അയ്യാഗുരു തിരുവിതാംകൂർ പ്രജാസഭാ മെമ്പറായിരുന്ന കാലഘട്ടം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തു കൂടി അയ്യാഗുരുവിനൊപ്പം ഗുരുദേവൻ നടന്നു നീങ്ങുകയായിരുന്നു. സമയം ഉച്ചയ്ക്ക് 12 മണി ആയി കാണും. പത്മനാഭസ്വാമി ക്ഷേത്രം പാത്രക്കുളത്തിനടുത്തെത്തിയപ്പോൾ ഗുരുസ്വാമി കുളത്തിലിറങ്ങി കൈകാൽ മുഖം കഴുകി. നിവർന്നു നോക്കുമ്പോൾ അയിത്തം അയിത്തം എന്ന് പറഞ്ഞ് കൂകി വിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് മുൻപിൽ കണ്ടത്. ഈഴവസ്വാമി ജലം അശുദ്ധമാക്കി ക്ഷേത്രക്കുളമാണ്, പ്രായശ്ചിത്തം ചെയ്യണം. ഗുരുദേവൻ നിവർന്നു നിന്ന് ചുറ്റും കൂടി നിന്നവരെ ഒന്ന് നോക്കി. അയ്യാഗുരു ഗുരുസ്വാമികളെ കുറിച്ച് പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്നേയില്ല. അയ്യാഗുരുവിനൊപ്പം നടന്നു നീങ്ങുന്ന ഗുരുദേവനെ നോക്കി ആൾക്കാർ വീണ്ടും കൂകി വിളിച്ചു. ഗുരുദേവൻ തിരിഞ്ഞു നിന്നു. തക്ഷണം പാത്രക്കുളത്തിലെ വെള്ളം വറ്റാൻ തുടങ്ങി. ആൾക്കാർ നോക്കി നിൽക്കവേ തന്നെ പാത്രക്കുളത്തിൽ വെള്ളം ശൂന്യമായി. അടിത്തറ വരെ കാണാവുന്ന നിലയിൽ വറ്റിത്തീർന്നു. കൂകു വിളിച്ചുകൊണ്ടിരുന്ന ജനം പെട്ടെന്ന് നിശബ്ദരായി. അവർ ഗുരുവിന്റെ പുറകെ ഓടി. രക്ഷിക്കണേ ഗുരുവേ, അറിവില്ലായ്മ മൂലം ചെയ്തു പോയതാണേ, അപരാധം പുറത്ത് കുളത്തിലെ വെള്ളം തിരികെ തരണം. ഗുരുവിന്റെ മഹത്വം വർണ്ണിച്ച അയ്യാഗുരുവിന്റെ വാക്കുകളെ നിരുത്സാഹപ്പെടുത്തുകയും ധിക്കരിക്കുകയും ചെയ്ത ജനങ്ങളാണ് ഇപ്പോൾ ക്ഷമാപണം നടത്തുന്നത്. ഗുരുദേവൻ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം തിരികെ വന്ന് അടുത്തുള്ള തൈത്തെങ്ങിൽ നിന്നും ഒരു ഓലയെടുത്ത് അതിന്റെ പച്ച ഈർക്കിൽ വളച്ച് പാത്രക്കുളത്തിലേക്ക് ഇട്ടു. അത്ഭുതമെന്നേ പറയേണ്ടു. അപ്രത്യക്ഷമായ വെള്ളം ഒഴുക്കോടെ ക്ഷേത്രക്കുളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഗുരുദേവന്റെ ഈ മഹാസിദ്ധി തിരിച്ചറിഞ്ഞ ജനങ്ങൾ ഗുരുവിനെ നമിച്ച് ക്ഷമാപണത്തോടെ ആദരവ് അർപ്പിച്ചു. ശ്രീ മന്നത്തു പത്മനാഭൻ ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് NSS സ്കൂളിന് വേണ്ടി ഒരു പ്രാർത്ഥന ഗീതം രചിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഈ പ്രാർത്ഥന എനിക്ക് ആലപിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രാർത്ഥന ആലാപനത്തോടു കൂടി നമുക്ക് ഈ ഗുരു കടാക്ഷം അവസാനിപ്പിക്കാം. ഓം തത്സത് ശ്രീനാരായണ നീ പുരുഷോത്തമ ഗുരു നീ സിദ്ധബുദ്ധ നീ സ്കന്ദ വിനായക സവിത പാവക നീ ബ്രഹ്മവസ്തു നീ യഹോവ ശക്തി നീ യേശു പിതാ പ്രഭു നീ രുദ്രവിഷ്ണു നീ രാമകൃഷ്ണ നീ റഹീമതാവോ നീ വാസുദേവ ഗോവിശ്വരൂപിണി ചിതാനന്ദ ഹരി നീ അദ്വിതീയ നീയ കാല നിർഭയരാത്മലിംഗ ശിവ നീ. ഓം തത്സത് ശ്രീനാരായണ നീ പുരുഷോത്തമ ഗുരു